കുക്കറിൻ്റെ ചീറ്റലും പൊട്ടലും ഒക്കെ കൊണ്ടിട്ടാണ് ഇന്ന് രാവിലെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 കുക്കറിലായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്നിൽ ചോറ് വെച്ചിട്ടുണ്ട്, ഒന്നിൽ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. രാജ്മ പയറില്ലേ, അതാണ് ഇന്ന് മെഴുക്കുവരട്ടിക്ക് വെച്ചിട്ടുള്ളത്. മോൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ അവൾ പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. സാലഡിനൊക്കെ എടുക്കുന്ന ആ പയറില്ലേ, അതാണ്. പിന്നെ ഇനി പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് എണ്ണയിലൊന്നുമല്ല, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊട്ടറ്റോ മസാലയൊക്കെ തേച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പയർ മെഴുക്കുവരട്ടി വയ്ക്കാം. അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വേവുണ്ട് കേട്ടോ. ഒരു 10-20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തത്. ഇനി ചട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു. സവോള അരിഞ്ഞാണ് ഇട്ട് കൊടുത്തത്. ചെറിയുള്ളിയാണ് ഒന്നുകൂടെ നല്ലത്. ഫ്രഷ് ചെയ്ത മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പയറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ ഒരു 2-3 മിനിറ്റ് അങ്ങ് ഇളക്കിയെടുത്താൽ പയറും മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. ചോറും വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി പെട്ടെന്ന് ഒരു ചമ്മന്തി കൂടെ അരച്ചെടുക്കാവേ. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, നെല്ലിക്ക, കാന്താരി, ഉപ്പിലിട്ട കാന്താരിയാണ് അതേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചി, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ നല്ല അടിപൊളി കാന്താരി നെല്ലിക്ക ചമ്മന്തി റെഡിയായി. പിന്നെ എല്ലാം ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് മക്കളെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ ലഞ്ച് ബോക്സ് പാക്കിംഗ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.